സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ അടുത്ത ഗഡു അടുത്ത ആഴ്ചകളിൽ സർക്കാർ ആരംഭിച്ചേക്കും. നിലവിൽ ഇലക്ഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എങ്കിലും എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. പുതിയ ഗവൺമെന്റ് വന്നെങ്കിൽ പോലും ഇത്തരം പദ്ധതികൾ നിർത്താറില്ല. അപേക്ഷ വച്ചു ഇനി 1000 രൂപ കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളതെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പറ്റുന്നത്. കാരണം അപേക്ഷ ഉദ്യോഗസ്ഥർ പരിശോധിക്കണം, ഡോക്യുമെന്റുകളെല്ലാം വെരിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ അപ്രൂവൽ ആവത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അപേക്ഷ മടങ്ങും. ഇത് ഒരുപക്ഷേ നമ്മുടെ ഫോണിലേക്ക് SMS ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അതൊക്കെ അറിയാതെ പോകുന്നതാണ് തുക വൈകുന്നതിന് കാരണം. എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി റീസബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങളുടെ നിലവിലുള്ള നിരക്കിൽ വർധനവ് ഉണ്ടാകും എന്ന് ഉറപ്പായിട്ടുണ്ട്. തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ 3000 പ്രതിമാസം എന്ന രീതിയിൽ മാറും. സർക്കാരിന്റെ പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് ഇതൊരു സാലറി വരുന്നത് പോലെ എല്ലാ മാസങ്ങളിലും ഈ ഒരു പെൻഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ 60 വയസ്സ് കഴിയുന്നവർ തീർച്ചയായിട്ടും രേഖകൾ സമർപ്പിച്ച് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. സർക്കാരിന്റെ മറ്റ് പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കും സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്തവരെല്ലാം വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാം. BPLO, APLO, റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, കുടുംബവാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെ ആയിരിക്കണം. 2000 സ്ക്വയർ ഫീറ്റിന് താഴെ വിസ്തീർണമുള്ള വീടായിരിക്കണം. വീട്ടിൽ AC ഉണ്ടാവാൻ പാടില്ല. വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ അക്ഷയ വഴി അന്വേഷിച്ച ശേഷം അപേക്ഷ വയ്ക്കാം. റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഗുണഭോക്താവിന്റെ ഫോട്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമുണ്ട്. ഏറ്റവും അവസാനത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ വിഷുക്കൈ നീട്ടമായിട്ട് 101 രൂപയുടെ റിവാർഡ് കൂപ്പൺ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കും. ഇത് കൂടാതെ വിഷു കിറ്റ് വേണമെങ്കിൽ 1250 രൂപയുടെ പ്രോഡക്റ്റ് 1001 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.